ഏതായാലും കേസിലെ തുടർ നടപടികൾ ഏറെ നിർണായകമാണ്. ഭാര്യയെ മർദ്ദിച്ചെന്ന് രാഹുൽ പി ഗോപാൽ നേരത്തെ തന്നെ സമ്മതിച്ചതാണ്. രാഹുൽ മർദ്ദിച്ചെന്ന് ഇപ്പോൾ ഇന്നലെ ആ യുവതിയും വീഡിയോ സന്ദേശത്തിലൂടെ വെളിപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ പോലീസ് ആ കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് തന്നെയായിരിക്കും കോടതിയെ സമീപിക്കുക. കോടതിയുടെ നിലപാടാകും ഇക്കാര്യത്തിൽ നിർണായകമാകുക. മറ്റു ചില വാർത്തകളിലേക്ക് കൂടി നമ്മൾ പോവുകയാണ്. മലപ്പുറത്ത് സെവൻസ് കളിക്കാൻ എത്തിയ വിദേശ താരത്തിന് പണം നൽകാതെ വഞ്ചിച്ചതായി പരാതി. യുണൈറ്റഡ് FC നെല്ലിക്കുത്തിൽ കളിക്കാനെത്തിയ ഐവറി കോസ്റ്റ് സ്വദേശിയാണ് പരാതിയുമായി മലപ്പുറം SP സമീപിച്ചത്. കാങ്ക കൗസി ക്ലൗഡ് എന്ന 24-കാരനാണ് കഴിഞ്ഞ 6 മാസമായി ശമ്പളമോ മറ്റ് താമസ ഭക്ഷണ സൗകര്യങ്ങളോ ലഭിക്കാതെ മലപ്പുറത്ത് കുടുങ്ങിയത്. ഏജന്റായ KP നൗഫൽ എന്ന വ്യക്തിയുടെ കരാറിലാണ് കാങ്ക കൗസി ക്ലൗഡ് കേരളത്തിലെത്തുന്നത്. ഡിസംബർ 2023 മുതൽ ജൂലൈ 2024 വരെയായിരുന്നു വിസ കാലാവധി. ഓരോ കളിക്കും നിശ്ചിത തുക നൽകാമെന്നായിരുന്നു കരാർ. ഇതനുസരിച്ചാണ് ഈ 24-കാരൻ കേരളത്തിൽ സെവൻസ് കളിക്കാനെത്തിയത്. എന്നാൽ കഴിഞ്ഞ സീസണിൽ ആകെ കളിപ്പിച്ചത് 2 മത്സരങ്ങളിൽ മാത്രം. വാഗ്ദാനം ചെയ്ത താമസമോ ഭക്ഷണമോ ഒന്നും ലഭിച്ചില്ല. ഇതുവരെ 1 രൂപ പോലും പ്രതിഫലം നൽകിയിട്ടില്ലെന്നാണ് താരത്തിന്റെ പരാതി. വിസ കാലാവധി തീരാനിരിക്കെ തിരിച്ചു പോകാനുള്ള ടിക്കറ്റ് പോലും ഏജന്റ് നൽകുന്നില്ല. ഇതോടെയാണ് ഒറ്റയ്ക്ക് മലപ്പുറം SP ഓഫീസിലെത്തി താരം പരാതി നൽകിയത്. No give me no money, no food. Ils veulent pas payer mon billet. Le club no give me ticket. Go to Kolkata. Kolkata go to Kolkata problem. Manager Nufal Sadiq. Nufal Sadiq. Nilkud FC. You came here in January. Yes, January. To play match. എങ്ങനെയെങ്കിലും തിരികെ നാട്ടിലേക്ക് പോകാനുള്ള സാഹചര്യം ഒരുക്കി നൽകണമെന്നാണ് താരത്തിന്റെ ആവശ്യം. SP ഓഫീസിലെത്തിയ താരത്തിന് പോലീസുകാർ ഭക്ഷണം വാങ്ങി നൽകിയതോടെ താരം പൊട്ടിക്കരഞ്ഞു. ഇതോടെ കളിക്കാരനുമായി കരാറുണ്ടാക്കിയ വ്യക്തിയോട് ഉടൻ SP ഓഫീസിൽ ഹാജരാകാൻ ആവശ്യപ്പെട്ട് മലപ്പുറം ജില്ലാ പോലീസ് മേധാവി S ശശിധരൻ IPS ഉത്തരവിട്ടു. 3 മാസം മുമ്പ് അരീക്കോട് നടന്ന ഫുട്ബോൾ ടൂർണമെന്റിനിടെ കാണികൾ വളഞ്ഞിട്ട് മർദ്ദിച്ച സംഭവത്തിൽ മറ്റൊരു ഐവറി കോസ്റ്റ് താരവും ജില്ലാ പോലീസ് മേധാവിയെ പരാതിയുമായി സമീപിച്ചിരുന്നു. റിപ്പോർട്ടർ, മലപ്പുറം.